നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവർ എന്തെങ്കിലും രഹസ്യം വെക്കുന്നുണ്ടോ, നിങ്ങളെ അറിയിക്കാതെ അവരുടെ ഉള്ളിലുള്ള ഒരു രഹസ്യമാണ് നമ്മൾ എടുത്തു നോക്കാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിൽ നിങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു രഹസ്യം, അതൊരു മറ്റൊരു റിലേഷൻ ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ചിന്തകളായിക്കോട്ടെ, അവരുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് ആയിക്കോട്ടെ, എന്താണ് അവരുടെ ഉള്ളിലുള്ള നിങ്ങളോട് പറയാത്ത ഒരു രഹസ്യം. അതായത് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവർ വേണ്ട എന്ന് ചിന്തിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു രഹസ്യം എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇത് ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാണുന്നത്, ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ ഒരു പേഴ്സൻ്റെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു കാര്യങ്ങൾ അറിയണം, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച്, തേർഡ് പാർട്ടി എനർജികളെക്കുറിച്ച്, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ച് കഴിഞ്ഞ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം റൈറ്റ് ഹീലിംഗ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ, നമ്മളുടെ എനർജിയെ നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയെ ഹോൾഡ് ചെയ്യാനും നെഗറ്റീവ് എനർജീനെ നിങ്ങളിൽ നിന്നും പുറത്ത് തള്ളപ്പെടാനും വേണ്ടിയിട്ടാണ് റൈറ്റ് ഹീലിംഗ് ചെയ്യാൻ പറയുന്നത്. തീർച്ചയായിട്ടും റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു ഇച്ചിരി സമയമെങ്കിലും മനസ്സിനകത്ത് നിൽക്കുന്ന നമുക്ക് വേണ്ടാത്ത ചിന്തകളെ എഴുതി കത്തിച്ച് കളയുക. അഫർമേഷൻസ് എഴുതുക. എന്നും നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് തന്നെ സംസാരിക്കും പോലെ ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ ടവർ എനർജിയാണ് കേട്ടോ. 7, അതായത് കേതു പ്രസൻസ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിനെ ശക്തമായിട്ട് അലട്ടുന്ന, പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഭയം തോന്നിക്കുന്ന, കരകയറാൻ പറ്റുമോ എന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു ഭീകരമാകുന്ന, അവർക്ക് പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു സ്തംഭനം നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെന്തിനെയോ ഭയപ്പെടുന്നുണ്ട്, ശക്തമായിട്ട് അവർ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റീഡിങ്സിൽ നിൽപ്പുണ്ട് കേട്ടോ. ഏപ്രിൽ മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആണ്. ജൂലൈ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. എന്താണെങ്കിലും നമുക്ക് റീഡിങ്സ് നോക്കാം. അവരെ ഭയപ്പെടുത്തുന്ന, നാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ശക്തമാകുന്ന ഒരു ഭീതി തോന്നിക്കുന്നത്, എന്താണ് വരാൻ പോകുന്നത്, അതിനെ എങ്ങനെ പ്രതിരോധിക്കും, എങ്ങനെയാണ് അവർ വീണ് കിടക്കുന്ന ആ ഈ ഒരു കുഴിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ചതിയിൽ നിന്നും പുറത്ത് കടക്കുക എന്നൊക്കെ അവർ ചിന്തിക്കുന്ന, അവരെ ഉറക്കം കെടുത്തുന്ന, അവരെ ആൻസൈറ്റി എനർജി, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതായത് സമയം അവരെ കൈവിട്ടതായിട്ട്, അവരുടെ ടൈമിംഗ് കറക്റ്റ് അല്ലാത്ത ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വീഴ്ച ഇവർക്ക് സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത തരത്തിൽ ചില ഹാർട്ട് ബ്രോക്കണുകളും വെല്ലുവിളികളും ഈ ഒരു പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് അവരത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ കണക്ട് ചെയ്തുള്ള ചില കാര്യങ്ങളാവാം അവരുടെ ഉള്ളിൽ ഒരു വെല്ലുവിളി പോലെ, അല്ലെങ്കിൽ ഒരു ഒരു പെയിൻഫുള്ളാകുന്ന ഒരു സിറ്റുവേഷൻസ് പോലെ, ഒരു തകർച്ച പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതും വളരെ ശക്തമാകുന്ന എന്തോ ഒന്ന് ഈ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് ഇവരിലേക്ക് വരുമെന്നുള്ള ഒരു ഭയം ഇവരെ ശരിക്കും പിന്തുടരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ശരിക്കും ശക്തമായിട്ട് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്, ഇവർക്ക് ഇമോഷണലി ശക്തമാകുന്ന ഒരു ചതി സംഭവിച്ചിട്ടുണ്ട്. ഇവരെവിടെയോ പ്രതീക്ഷിച്ച്, ഇവരെവിടെയോ പോസിറ്റീവായിട്ട് ഗ്രോത്ത് ആയിട്ട് കണ്ട, ഇവരുടെ ഏറ്റവും സമയവും അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഏറ്റവും നല്ല ചിന്തകളെയും ടൈമിനെയും എല്ലാം ഇവരെവിടെയാണോ സ്പെൻഡ് ചെയ്തത്, എവിടെയാണോ കൊണ്ടുപോയി കൊടുത്തത്, അവിടെ നിന്നും ഇവർക്ക് ശക്തമാകുന്ന ഒരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. ആ തിരിച്ചടി എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവർക്ക് തിരിച്ച് കയറി വരാൻ പറ്റാത്ത വിധം ഇവർ വെല്ലുവിളിയെ അതിജീവിക്കേണ്ടി വരുന്ന, നല്ല രീതിയിൽ ഒരു
കമ്മ്യൂണിക്കേഷൻ, മറ്റൊരാളോട് കാര്യങ്ങൾ തുറന്നു പറയാനോ അവരുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനോ ഒന്നും പറ്റാത്ത തരത്തിലുള്ള ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ ഒരു തകർച്ച ഈ ഒരു വ്യക്തിക്ക് കറൻ്റിലി സംഭവിച്ചിട്ടുണ്ട്. അതവർക്ക് രഹസ്യമായിട്ട് തന്നെ വെക്കാനേ പറ്റുന്നുള്ളൂ. അതവർക്ക് പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ വലിയ വലിയ പ്രശ്നങ്ങളെ ഇവർ തരണം ചെയ്യേണ്ടി വരും എന്നിവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു 2 ഫേസ് എനർജിയിലാണ് ഇവർ നിൽക്കുന്നത്. 8ൻ്റെ എനർജി ഇവരിൽ കണക്റ്റഡ് ആണ്. ഇവരിപ്പം ഒരു ജസ്റ്റിസിലാണ്, കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ശനീശ്വരൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളെ ജസ്റ്റിസ് ചെയ്യുന്ന, ജഡ്ജ് ചെയ്യുന്നത് ആ ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജിയിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവരുടെ അവസ്ഥ കാണുന്നത്. ഇവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം, പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ പറ്റാതെ ഇവർ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും അവരൊരു പക്ഷേ അവിടെ ഒരു ശാന്തമായ ഒരു അവസ്ഥയിൽ ഇവർ പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവർ ചതിക്കപ്പെട്ടിരിക്കുന്ന, ഇവർക്ക് വീഴ്ച ഉണ്ടായിരിക്കുന്ന, ഇവരൊരു പരീക്ഷണത്തിൽ പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇവർ ശക്തമായിട്ട് പ്രതിരോധിക്കാതെ അവിടെ ഒരു ശാന്തത കൈവരിക്കുകയാണ് ണെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് സിറ്റുവേഷൻസുകളെ മറികടക്കാൻ പറ്റും. പക്ഷേ ഇവരെന്ത് ചെയ്യുക, ഒളിച്ചോടുന്ന രീതിയിൽ എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്യാൻ, ഇവർ പെട്ടെന്ന് തന്നെ ഊരിപ്പോരാൻ പാകത്തിന് പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ട്രാപ്പിലാണ് കേട്ടോ, ഇവരെവിടെയോ പെട്ടുപോയിട്ടുണ്ട്. ശക്തമാകുന്ന ഒരു ചതിയിൽ അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കാത്ത ചില തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഇവർ പെട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാതെ ഇവരെടുത്ത ചില തീരുമാനങ്ങൾ, ഇവർ പറഞ്ഞ ചില വാക്കുകൾ, ഇവർ പ്രവർത്തിച്ച ചില കാര്യങ്ങൾ, ആക്ഷനുകൾ, ഇതൊക്കെയാണ് ഇവരെ സംബന്ധിച്ച് ഇവരിപ്പോൾ ഒരു ട്രാപ്പ് എനർജിയിൽ നിൽക്കുന്നത്. ഇവരുടെ കറൻ്റ്ലി ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ ഇവരൊരു 2 ഫേസ് എനർജിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അതായത് പുറമേ ഉള്ള വ്യക്തിയല്ല ഉള്ളുകൊണ്ട്. പുറമേ വളരെ സ്ട്രോങ് ആണെങ്കിൽ ഉള്ളുകൊണ്ട് അവർ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പുറമേ ഇവർ വളരെ ശാന്തമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഉള്ളിലിങ്ങനെ എരി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന, എപ്പോൾ വേണമെങ്കിലും പ്രതികരിക്കാവുന്ന, ശക്തമായിട്ട് എതിർക്കാവുന്ന ഒരു സിറ്റുവേഷൻസിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഒരിക്കലും ഈ വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിട്ട് നമുക്ക് പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ ശരിക്കും ഇവരെ സംബന്ധിച്ച് ഇവർ എന്നുള്ള ഒരു സിറ്റുവേഷൻസ്, ഇവർ ചതിക്കപ്പെട്ടു. ഒരു പക്ഷേ ഇവർ വളരെ അധികം ഹോൾഡ് ചെയ്തു വെച്ചിരുന്ന പലതും ഇവർക്ക് നഷ്ടപ്പെട്ടു. ഇവരുടെ സ്വപ്നങ്ങൾ തകർന്നു എന്നുള്ളൊരു സിറ്റുവേഷൻസും നമുക്ക് ഇവരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ മാര്യേജോ അല്ലെങ്കിൽ മറ്റു പുതിയ എന്തെങ്കിലും കാര്യങ്ങളോ തുടങ്ങി വെച്ചത്, വളരെ ആഗ്രഹത്തോടു കൂടി തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ, ഇവർ ആക്ഷൻ എടുത്ത വലിയൊരു ഫ്യൂച്ചർ പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടു കൂടി ആക്ഷൻ എടുത്ത കാര്യങ്ങളെല്ലാമാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് വളരെ സ്ട്രെസ് എനർജിയിലാണ്. ഇവർ മറ്റാരെയൊക്കെയോ പേടിക്കുന്നുമുണ്ട്. ഒരു പക്ഷേ ഫാമിലിക്കുള്ളിലുള്ള ചില ബന്ധങ്ങളെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇമോഷണലി ഇവർ മറ്റാരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ആരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റിയതിനെ ബേസ് ചെയ്താവാം. ഇവർ വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുമുണ്ട്. ഇവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. ഇവർക്ക് ഫ്യൂച്ചർ പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തകർന്ന് നിൽക്കുന്ന, സ്റ്റക്കായിട്ട് നിൽക്കുന്ന, ഇവർ ചീറ്റിംഗ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ഒരിക്കലും ഇവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നം. അത് മെറ്റീരിയലിസ്റ്റിക് ആകുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും പവറായിട്ട് നിൽക്കുന്നത്. ബന്ധങ്ങളെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത്രത്തോളം ഷോക്ക് നമുക്ക് കാണുന്നില്ല. ഇവർ മറ്റ് ചില കാര്യങ്ങളിൽ, ഭൗതികമാകുന്ന ചില കാര്യങ്ങളിൽ ഇവർ കൊടുത്ത ഇവരുടെ പൂർണ്ണമാകുന്ന സമയമായിക്കോട്ടെ, ഇവരങ്ങോട്ടേക്ക് ചെയ്തതിൻ്റെ ഫലം ഇവർക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. ചിലരെ സംബന്ധിച്ച് തിരിച്ചു പോകുക, ഉപേക്ഷിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻസ്, എത്ര വലിയ അബണ്ടൻസ് ആണെങ്കിലും, എത്ര വലിയ ഗുണമുള്ള കാര്യങ്ങളാണെങ്കിലും ഇവരിപ്പോൾ കറൻറ്റിലി ഉപേക്ഷിക്കുക എന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് മടങ്ങിപ്പോകുക, തിരിച്ചു പോകുക എന്നുള്ളൊരു സിറ്റുവേഷൻസ്. കാരണം ഇവരെ സാമ്പത്തികപരമായിട്ടും ഇവർക്ക് നല്ല ഒരു ചീറ്റിങ്ങോ നഷ്ടമോ സംഭവിച്ചിട്ടുണ്ട്. ഹെൽത്ത്, വെൽത്തിനെല്ലാം ബാധിക്കുന്ന തരത്തിൽ
ചില പ്രശ്നങ്ങളൂടെ ഇവർ നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുമ്പം പറയാൻ പറ്റുന്നൊരു കാര്യം, ഇവരെ സംബന്ധിച്ച് ഇവർക്ക് തിരിച്ച് എവിടെ നിന്നാണോ കടന്നു പോകുന്നത് അവിടേക്ക് തന്നെ ഇവർ തിരിച്ച് മടങ്ങേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ്. അങ്ങോട്ടേക്ക് അവർ ഗൈഡ് ചെയ്യുന്ന, തിരിഞ്ഞ് ഗൈഡ് ചെയ്യുന്ന, പാസ്റ്റിലേക്ക് തിരിച്ച് ഗൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഇമോഷണൽ സ്റ്റക്നെസ് ആണ്, ഇവർക്കൊന്നും സാധ്യമാക്കാൻ പറ്റുന്നില്ല, ഇവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒത്ത് ഇവർക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ ശരിക്കും വിലപിക്കുന്ന, ദുഃഖിക്കുന്ന, അല്ലെങ്കിൽ ശക്തമാകുന്ന കർമ്മ നേരിടുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫ് എനർജിയിലെ ചില പ്രശ്നങ്ങൾ കൂടി ഇപ്പം ഈ ഒരു കർമ്മ ടൈമിൽ ഇവരെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് വരുമ്പം കൂട്ടത്തോടെ ആയിരിക്കും നെഗറ്റീവ് സാഹചര്യങ്ങൾ. ഓരോ രീതിയിലും 4 വശത്തൊന്നും ചോദ്യം ചെയ്യപ്പെടും. പോസിറ്റീവ് ആകുന്ന നമുക്കൊരു ശുക്രദശ ഒരു സക്സസ് എനർജിയിലാണെങ്കിൽ 4 വശത്തൊന്നും പോസിറ്റീവ് ആകുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ വന്നു ചേരും. എന്ന് പറഞ്ഞതുപോലെ 4 വശത്തൊന്നും ഇവർക്ക് ഹാർട്ട് ബ്രോക്കൺ ആണ്. ഇവർ വീണ്ടും വീണ്ടും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വിധിയെ മറികടക്കാൻ, ഇവർ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിളിൽ നിന്നും മറികടക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് നിശബ്ദമായിട്ട് വിലപിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ എന്ന എനർജിയാണ് കാണുന്നത്. ഇവരുപയോഗിച്ച ഇവരുടെ ബുദ്ധി, അതായത് നിൻ്റെ അറിവ് കൊണ്ട് നീ മറ്റാരെങ്കിലും ചൂഷണം ചെയ്താൽ നിൻ്റെ അറിവ് തന്നെ നിനക്ക് ദോഷമായി തീരും, ആ അറിവ് തന്നെ നിനക്ക് തിരിച്ച് ആയുധമായി വരുമെന്ന് പറയും പോലെ ഇവരുടെ വക്രബുദ്ധി അല്ലെങ്കിൽ ഇവരുടെ ബുദ്ധി, ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില തന്ത്രങ്ങൾ ഇവർക്ക് അതേപടി നേരെ ഓപ്പോസിറ്റ് ഇവരിലേക്ക് തിരിച്ച് പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഒരു വിലപിക്കുന്ന അവസ്ഥ, ആ ഒരു നിലവിളിക്കേണ്ടി വരുന്ന അവസ്ഥ ഇവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ വ്യക്തിയെ സംബന്ധിച്ച് രക്ഷപ്പെടുക എന്ന ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പം ശിക്ഷിക്കപ്പെടുന്ന സമയമാണ് കേട്ടോ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് അവരനുഭവിക്കുന്ന സ്ട്രഗിളാണ്, അവർ നേരിടുന്ന പ്രതിസന്ധികളാണ്. അവരുടെ മനസ്സിനകത്ത് അവർ മറ്റുള്ളവർക്ക് കൊടുത്തത് എന്താണോ അത് അവരിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. നമ്മൾ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും, മോശം വിതച്ചാൽ മോശം കൊയ്യും എന്ന് പറയുന്നത് പോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തൊരവസ്ഥയാണ്. ഇമോഷണലി ഒരു 50% അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അത് സൗഹൃദ ബന്ധങ്ങൾ, ചില ബന്ധങ്ങൾ അവരെ താങ്ങി നിർത്തുന്നുണ്ട്, പക്ഷേ ടോക്സിക്കാണ്. ഒന്നിലും അവർക്ക് വിശ്വാസം അർപ്പിക്കാനോ കോൺസെൻട്രേഷൻ ചെയ്യാനോ സാധിക്കുന്നില്ല. പരീക്ഷണങ്ങളുടെ ഒരു ഘട്ടമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എല്ലാം തകർച്ചയാണ്. ഇവർക്ക് അനുയോജ്യമായ എല്ലാ ബന്ധങ്ങളും തകർന്നടിഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ ചില പ്രവർത്തികൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഇവർ ചെയ്തു കൂട്ടിയ ചില പ്രവർത്തികൾ കൊണ്ടോ ഒക്കെ പൂർണ്ണമായിട്ടും ഇവർക്ക് അനുയോജ്യമായി ഇവർക്ക് വേണ്ടി വിധിച്ചിരുന്ന എല്ലാ ബന്ധങ്ങളും തകർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ഇനി എഫോർട്ട് എടുക്കണം, ഇവർ കഷ്ടപ്പെടണം, ഇവർ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. പക്ഷേ ഇവർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ ഇപ്പം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു വിൽ പവർ എനർജി അവർക്കില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആകെ ഉള്ളത് ഇമോഷണൽ, അതായത് സെൽഫ് ലവ് മൈൻഡ് ഉണ്ട്. സെൽഫ് ലവ് ചെയ്യുന്നൊരു പേഴ്സൺ ആയതുകൊണ്ട് ആ ഒരു എനർജിയും പിന്നെ ഈഗോയും മാത്രമാണ് ഇപ്പോൾ കൂട്ടായിട്ടുള്ളൂ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ വെയിറ്റിംഗ് ചെയ്യുകയാണ്, എല്ലായിടത്തുനിന്നും മാറി നിൽക്കുന്ന ആ ഒരു പ്രവണത. പാസ്റ്റിലാണെങ്കിലും ഇവരുടെ ഒരു ക്യാരക്ടറിലേക്ക് നോക്കുമ്പം എലോൺ എനർജി, ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങളെ കണക്ട് ചെയ്ത് കടന്നു പോകാനും ഒക്കെയുള്ളൊരു പവറുണ്ട് ഈ ഒരു പേഴ്സണ്. അതിപ്പോഴും ആ വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ ഈഗോ എനർജി, എല്ലാം തികഞ്ഞു, എനിക്ക് എല്ലാത്തിനെയും മറികടക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയും ഒക്കെ ഇപ്പോഴും കറൻറ്റിലി നിൽപ്പുണ്ട്. അതായത് വെല്ലുവിളികൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടിട്ടില്ല, ഞാൻ തോറ്റിട്ടില്ല എന്ന് പുറമെ പ്രകടിപ്പിക്കാനുള്ള ആ ഒരു നാടകീയത ഇവരിൽ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് അതൊക്കെ ഇവരെ പിടിച്ചു നിർത്തുന്നു. സെൽഫ് ലവ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നൊരു എനർജി, ചെറിയ ചെറിയ തന്ത്രങ്ങളൊക്കെ അറിയാവുന്നുള്ള വ്യക്തിയാണ് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനും മുൻകൂട്ടി മനസ്സിലാക്കി എടുക്കാനും അതുപോലെ സിറ്റുവേഷൻസിനെയൊക്കെ നൈസായിട്ട് മറികടക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സൺ കൂടിയാണ്. പിന്നെ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഇവരെ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് ഇവരെ ഒരു പക്ഷേ കരിയർ മേഖലയെ കണക്ട് ചെയ്താവാം, അതല്ലെങ്കിൽ ഇവരെവിടെയെങ്കിലും ചെന്ന് ഇവരുടെ പരിഹാരം തേടി ചെന്ന ഇടത്ത് നിന്നും
ഇവർക്ക് വന്നിരിക്കുന്ന ഒരു ബ്ലോക്കേജ് ആവാം കേട്ടോ. ഇവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് മുന്നിൽ ഒരു തേർഡ് പാർട്ടി പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സം പോലെ നിൽക്കുന്നത് ഈ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്താണേലും അവരെ സംബന്ധിച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സൺ ആണ്. ഫാമിലിക്ക് കുറച്ച് പ്രാധാന്യം, പേരൻസിന്, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മുതിർന്നവരോട് കുറച്ച് പ്രാധാന്യം, റെസ്പെക്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇച്ചിരി ഗ്രാഹ്യമായിട്ട് കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കും, വിശകലനം ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട് ഈ ഒരു പേഴ്സണിൽ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ദൈവികത ഈ വ്യക്തിയെ കടാക്ഷിക്കുന്നതിൻ്റെ കാരണം ഫാമിലി ഓറിയൻറ്റഡ് ആണ്. മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, റെസ്പെക്റ്റ്, പിന്നെ കുറച്ച് ആധികാരികമായിട്ട്, അതായത് ഇച്ചിരി ഏജ്ഡ് ആയ വ്യക്തികൾ ചിന്തിക്കുന്നത് പോലെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ കൂടി ഉള്ളത് കൊണ്ട് കാര്യങ്ങൾക്ക് ഒരു പുതിയ തുടക്കം, ഒരു മാറ്റം വരും എന്ന് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് എനർജി കരിയർ മേഖലയെ ബേസ് ചെയ്തിട്ടായാലും യാത്രകളെ ബേസ് ചെയ്തിട്ടായാലും യാത്രയെ കണക്ട് ചെയ്തിട്ടൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് പ്രസൻസ്, എല്ലാം മറികടന്ന് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് പുറത്ത് കടന്ന് എനിക്കൊരു സ്ഥാനത്തെത്താൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഈ വ്യക്തിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളെ എല്ലാം മറികടക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കും. ഈ ഒരു സമയവും കടന്നു പോകുമെന്നുള്ളൊരു വിശ്വാസം അവരിൽ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കർമ്മയാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ വന്ന് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജീനെ പ്രസൻറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. അപ്പം ഇത് വിധിയാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പം കടന്നു പോകേണ്ട സമയം ഇങ്ങനെയാണ്, ഇത് കഴിയുമ്പം കാര്യങ്ങൾക്ക് മാറ്റം വരും, ന്യൂ ബിഗിനിങ് ഉണ്ട് എന്നുള്ളത് അവരുടെ ഇൻറ്റ്യൂഷൻ, അവരുടെ മൈൻഡ് പവർ തന്നെ അവർക്ക് ഗൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിന്തകൾ അവരെ ബ്ലോക്ക് ആക്കുന്നുണ്ട്. നെഗറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചിന്തകളും മാറി മറിഞ്ഞു വരുന്നുണ്ട്. ഫാമിലി എനർജിയെക്കുറിച്ചുള്ള ചില തോട്ട്സുകൾ, നിങ്ങളൊരു കുടുംബമായിട്ടുള്ളവർ, ഭർത്തൃബന്ധം, ചിൽഡ്രൻസ് പ്രസൻസോടൊക്കെ കൂടിയ ആളുകളാണെങ്കിൽ അത് ഈ വ്യക്തിയെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ പ്രണയബന്ധത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവരിലും ഈ ഒരു ചിന്ത കടന്നു വരുന്നുണ്ട്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, അതായത് നിങ്ങളെ വിട്ട് മാറി മറ്റൊന്നിലേക്ക് ഇവർക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരുടെ ജീവിതത്തിലേക്ക് എത്ര ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴും ഇവരെ സംബന്ധിച്ച് അവസാനം ഇവരുടെ ചിന്തകൾ വന്ന് നിൽക്കുന്നത് നിങ്ങളിൽ തന്നെയാണ്. അത് ഫാമിലി എനർജിയുടെ സെപ്പറേഷൻ ഉള്ള വ്യക്തികളായാലും പ്രണയബന്ധത്തിലായാലും സ്നേഹബന്ധം ഏത് തരത്തിലായാലും അവസാനം ഇവരുടെ ചിന്തകൾ വന്ന് നിൽക്കുന്ന നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്തായിട്ടാണ് എന്നുള്ളത് കാണുന്നുണ്ട്. അവരുടെ ചിന്തകളിൽ നിങ്ങളെപ്പോഴും ഉണ്ട്. അതൊരു സോൾ കണക്ഷൻസ് പോലെ, അതായത് എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ഇവർക്ക് പുറത്ത് കടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഇവരെ സ്ട്രോങ് ആയിട്ട് പിടികൂടുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ എനർജി അവരെ കൺട്രോൾ ചെയ്യുന്ന പോലെ അവർക്ക് തോന്നുന്നു. നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് ബാലൻസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള സിറ്റുവേഷൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി ഇവരെ കൺട്രോൾ ചെയ്യുന്ന പോലെ, അവർ എത്രത്തോളം പുറത്ത് കടന്നാലും മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാലും അവസാനം അവരുടെ ചിന്തകളാണെങ്കിലും അവരുടെ സാഹചര്യവും എല്ലാം വന്ന് നിൽക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലാണ്. അപ്പോൾ എന്തോ ഒരു കൺട്രോളിങ് ഫീലിങ്സ് അവർക്ക് തോന്നുന്നുണ്ട്. അതൊരു ഡിവൈൻ സപ്പോർട്ടാണോ അതോ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവരെ എപ്പോഴും പിടികൂടുന്നുണ്ട്. ശരിക്കും അവർ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയന് വേണ്ട ഒരു സമയം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവരതൊരു കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങളെ നല്ല രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർക്ക് കറൻറ്റ്ലി വന്നെത്താൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ്. പക്ഷെ അവരുടെ ഒരു ഈഗോയും പിന്നെ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയും പിന്നെ കഴിഞ്ഞു പോയ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. അവരുടെ ചിന്തകളിൽ തന്നെയാണ് ബ്ലോക്കേജ് വരുന്നത്. എന്നാൽ അവരുടെ ചിന്തകളിൽ തന്നെയാണ് നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു എനർജിയിലേക്ക് ടോട്ടലി നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ
നോക്കുമ്പം അവരിപ്പോൾ അനുഭവിക്കുന്നതൊരു കർമ്മ സമയത്തിൻ്റെ പ്രശ്നത്തെ ബേസ് ചെയ്തുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് കടക്കുക എന്നത് ഒരു സമയം, ഒരു കാലം അനുവദിച്ചിരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് വരെ അവർ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാര്യങ്ങൾക്ക് വ്യക്തത വന്നാലും ആക്ഷൻ എടുക്കുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അവരുടെ ആ ഒരു സമയം, അവരിപ്പോൾ അനുഭവിക്കേണ്ട ആ ഒരു കർമ്മ ടൈം അവസാനിക്കുമ്പം തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ളൊരു ടൈമോ അവർ കണ്ടെത്തിയിരിക്കും. അതിന് യാതൊരു സംശയമില്ല കേട്ടോ. അപ്പം